കുട്ടികൾ കളർ ബ്ലൈൻഡ് ആണെങ്കിൽ അവരെ തിരിച്ചറിയുന്നുണ്ടാവോ? കളർ ഡെഫിഷ്യൻസി ഉള്ള ഒരു കുട്ടി ആ കുട്ടി കാണുന്ന അതേ കളർ തന്നെയാണ് എല്ലാവരും കാണുന്നതെന്നായിരിക്കും വിചാരിക്കുന്നുണ്ടാവുക. ഇതിനെക്കുറിച്ച് അറിയാനോ തുറന്നു പറയാനോ ഒന്നും അവർക്ക് അറിയണമെന്നില്ല. പാരൻസും ടീച്ചേഴ്സുമാണ് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. കുട്ടികളിലെ കളർ ഡെഫിഷ്യൻസി അവരുടെ ഡെയിലി ആക്ടിവിറ്റീസ് ഒബ്സർവ് ചെയ്തുകൊണ്ട് എങ്ങനെ മനസ്സിലാക്കാം? ഒന്ന്, കളറിംഗ് ആക്ടിവിറ്റി. ഓരോ ഒബ്ജക്ട്സിന് ജനറലായി കൊടുക്കുന്ന കളേഴ്സിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ, സ്കൈന് പേർപ്പിൾ കൊടുക്കുക, ഗ്രാസിന് ബ്ലൂ കൊടുക്കുക. ഇതുപോലെ കളേഴ്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ കളർ ഡെഫിഷ്യൻസിക്കുള്ള സാധ്യതയുണ്ട്. 2, ട്രാഫിക് ലൈറ്റ്സ്. ട്രാഫിക് ലൈറ്റ്സിലെ റെഡ് ലൈറ്റും ഗ്രീൻ ലൈറ്റും ഡിഫറൻഷ്യേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാണിച്ചേക്കാം. 3, ഫ്രൂട്ട് സെലക്ഷൻ. പഴുത്തതും പഴുക്കാത്തതുമായിട്ടുള്ള ഫ്രൂട്ട്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ട് കാണുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. 4, റീഡിംഗ്. പല നിറത്തിലുള്ള വാക്കുകൾ കൊണ്ട് എഴുതിയിരിക്കുന്ന പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ട് കാണിക്കാൻ സാധ്യതയുണ്ട്. കുട്ടികളിൽ ഇത്തരം ബുദ്ധിമുട്ടുകൾ കാണുന്നുണ്ടെങ്കിൽ ഒരു ഐ ഡോക്ടറിൻ്റെ അടുത്തോ ഒപ്റ്റോമെട്രിസ്റ്റിൻ്റെ അടുത്തോ പ്രോപ്പറായിട്ടുള്ള ഒരു കളർ ഡെഫിഷ്യൻസി ടെസ്റ്റ് നടത്തണം.